പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. വേദിയുടെ ജീവിതത്തിൽ നിന്നും വിക്രത്തിനെ ഇല്ലാതാക്കാനായി ശ്രീകാന്ത് എംഎൽഎ വാസവന്റെ മകൻ വരുണിനെ ഗുണ്ടകളെ വിട്ട് ചതിയിൽപ്പെടുത്തി കൊല്ലുന്നുണ്ട്. ആ വാർത്തയറിഞ്ഞ് എംഎൽഎ വാസവൻ തകർന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ചെയ്യിച്ച് ശ്രീകാന്ത് ഒളിഞ്ഞിരുന്ന് സന്തോഷിക്കുന്നുണ്ട്. വരുൺ കൊല്ലപ്പെട്ട ആ രാത്രി തന്നെ എംഎൽഎ വാസവനോട് എന്റെ പാർട്ടിക്കാര് പോയി പറയുന്നുണ്ട്, സാർ വരുണിനെ കുത്തിയത് വിക്രമാണ്. ഒരിക്കൽ വന്ന് മുഖംമൂടി ധരിച്ച് വരുണിനെ കുത്തുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കൂടെയുള്ള ഒരാൾ വിക്രം എന്ന് വിളിക്കുന്നതും കേട്ടു. അന്നേരം അവൻ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ അടുത്ത് പോയപ്പോഴേക്കും അവൻ അവിടുന്ന് പോയി. ഞങ്ങൾ ഉടനെ വരുണിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇത് കേട്ട് എംഎൽഎ വാസവൻ തുള്ളി നിൽക്കുന്നുണ്ട്. വിക്രത്തിനെയും കുടുംബത്തിനെയും ചുട്ടു കത്തിക്കാനായി വാസവനെ ഉടനെ അവരോട് പറയുക, അവനും അവന്റെ വീട്ടുകാരും നേരം പുലരുമ്പോ ജീവനോടെ ഉണ്ടാകരുത്, എല്ലാത്തിനെയും തീർത്ത് കളയണം. അന്നേരം അവര് പറയുന്നുണ്ട്, ശരി സാർ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാം. അങ്ങനെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പാർട്ടിക്കാരും ഗുണ്ടകളും അവിടേക്ക് പോകുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് വാസവനെ ഫോണിൽ വിളിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു വാർത്ത കേട്ടല്ലോ, ാണോ വാസവ, എന്റെ മകനെ വിക്രം കൊത്തിയെന്നാ കേട്ടത്. അന്നേരം വാസവൻ കരഞ്ഞുകൊണ്ട് പറയുക, എന്റെ മകൻ പോയി ശ്രീകാന്തെ, ആ വിക്രം എന്റെ മകനെ കൊന്നു. ഇത് കേട്ട് ശ്രീകാന്ത് ആഹ്ലാദിച്ച് ചിരിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം നടന്നതിന്റെ സന്തോഷം ശ്രീകാന്തിന്റെ മുഖത്ത് തല തല്ലുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് പറയുക, അയ്യോ ദീപ്തി ഇതറിഞ്ഞ അവൾക്ക് സഹിക്കാനാവില്ല വാസവ, ആ വിക്രത്തിനെ വെറുതെ വിടരുത്. വരുണിന്റെ കൂടെ നടന്ന് ചതിക്കാനായിരുന്നോ അവന്റെ ഉദ്ദേശം? ആ ശ്രീകാര്യം ശ്രീനിവാസം പറഞ്ഞിട്ടായിരിക്കും അവൻ ഇത് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനോടുള്ള ആശ തീർത്തതായിരിക്കും. അന്നേരം വാസവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അവനും അവന്റെ കുടുംബവും നാളെ പുലരുമ്പോ സൂര്യോദയം കാണില്ല. ഇന്നത്തോടെ എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും. എന്റെ മകന്റെ ജീവനെടുത്ത അവൻ ഇനി ഈ ഭൂലോകത്തുണ്ടാവില്ല. ഇത് വാസവൻ എടുത്ത തീരുമാനമാ. ഇത്രയും പറഞ്ഞിട്ട് വാസവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് നിൽക്കുക. ചന്ദ്രശേഖരനെ വിളിച്ച് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റാണ് വാസവൻ. ഇന്ന് രാത്രി വിക്രത്തിന്റെ വീട്ടിൽ പലതും സംഭവിക്കും. വാസവന്റെ ആൾക്കാര് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നാളെ രാവിലെ 2 വാർത്തകളായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒന്ന്, വരുണിന്റെ മരണ വാർത്ത. വരുണിനെ കൊന്നത് വിക്രം സുധാകരൻ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ശ്രീകാര്യം ശ്രീനിവാസന്റെ അറിവോട് ചെയ്ത ഒരു ചതി. പിന്നെ രണ്ടാമത്തത്, അത് ചെയ്ത വിക്രവും കുടുംബവും കൊല്ലപ്പെട്ടു. ഇതായിരിക്കും നാളത്തെ വാർത്ത. ഇത് കേട്ട് ചന്ദ്രശേഖരൻ പൊട്ടി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഇത്രയും കാലത്തെ എന്റെയും നിന്റെയും തലവേദന ഇന്നത്തോടെ അവസാനിച്ചു. ഇനി വേദയുടെ ജീവിതത്തിൽ വിക്രമില്ല, അതുപോലെ വിക്രത്തിന്റെ ജീവിതത്തിൽ വേദയും ദീപ്തിയും രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് ശ്രീകാന്ത് എന്റെ കളി? അന്നേരം ശ്രീകാന്ത് പറയുക, അച്ഛനല്ലെങ്കിലും പൊളിയല്ലേ. ഇപ്പോഴാച്ച എനിക്ക് സമാധാനമായത്. ഇനി വേദ ഒന്ന് ഒതുങ്ങിക്കോളും. ഈ വീട്ടിനുള്ളിൽ കുറെ നാള് കഴിഞ്ഞ് ദർശനുമായുള്ള കല്യാണം നമ്മൾ ഗംഭീരമായി നടത്തും, നമ്മൾ ആഗ്രഹിച്ചതുപോലെ. നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ശരിയാ ശ്രീകാന്ത്, എന്നാ നീ കിടന്നുറങ്ങിക്കോ, സുഖമായിട്ട് നമുക്ക് നാളെ കാണാം. നേരം ശ്രീകാന്ത് പറയുക, എന്നാ ശരി അച്ഛ, ഞാൻ രാവിലെ വിളിക്കാം. അങ്ങനെ സന്തോഷത്തോടെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ഇരിക്കുന്നുണ്ട്. നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് കൂട്ടത്തോടെ ഇരിക്കുന്നുണ്ട്. നേരം ജോസഫേട്ടൻ ഓടി വന്ന് പ്രാളത്തോടെ ചോദിക്കുക, വിക്രം എവിടെയാ? നേരം നീ കൂട്ടം ചോദിക്കുന്നുണ്ട്, വിക്രവും നിങ്ങളും ഒരുമിച്ചല്ലേ പോയത്? നേരം ജോസഫേട്ടൻ പറയുന്നുണ്ട്, ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. വിക്രത്തിനെ നോക്കിയിട്ട് കണ്ടില്ല. ആരെല്ലാമോ ചേർന്ന് ആ എംഎൽഎ വാസവന്റെ മകനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ബൈക്കിൽ വന്ന ആരോ മുഖം മൂടിയിട്ട് ആ വരുണിനെ കുത്തി. പുറകിൽ നിന്ന് ആരോ വിക്രം എന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. കണ്ടാൽ വിക്രത്തിനെ പോലെ തന്നെ ഇരിക്കും. മുഖത്ത് മുഖം മൂടിയിട്ടിരുന്നു, കണ്ണു മാത്രം കാണാം. ഉടനെ വരുണിനെ കുത്തിയിട്ട് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു. ഞെട്ടലോടെ ഫ്രണ്ട്സ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്നിട്ട് വിക്രം എവിടെയാ? നേരം ജോസഫേട്ടൻ പറയുന്നുണ്ട്, ഞാനും വിക്രമും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം കുറച്ചുപേര് വന്ന് അതെല്ലാം വലിച്ചിളക്കി. അന്നേരം വിക്രം അവരെ തല്ലാനായി പോയി. അപ്പോഴേക്കും റീനി സാറിന്റെ കൂടെയുള്ളവരെ അവർ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് വിക്രം അവരുടെ പുറകെ ഓടി. അപ്പോഴാ വരുൺ അവിടേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ടതും ഞാൻ ഓടി ഇങ്ങി പോന്നു. അന്നേരം അനിയൻ കുട്ട ചോദിക്കുന്നുണ്ട്, ആ വാസവന്റെ മകൻ രക്ഷപ്പെട്ടാ മതിയായിരുന്നു, വിക്രത്തിനോടിപ്പോ കാര്യമല്ലേ? നേരം ജോസഫേട്ടൻ പറയുന്നുണ്ട്, രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 കുത്ത് വയറ്റിലിട്ട് കുത്തി മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി. നേരം മീൻകുട്ടൻ പറയുക, ആ കുറ്റം വിക്രം ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കും ആരോ ഇത് മനഃപൂർവ്വം ചെയ്തത്. ആ എംഎൽഎ വാസവൻ അറിഞ്ഞ വിക്രത്തിനെയും കുടുംബത്തിനെയും ആക്കി വെക്കില്ല. നേരം ജോസഫേട്ടൻ പറയുന്നുണ്ട്, അനിയൻകുട്ടൻ പറഞ്ഞത് സത്യവ, വിക്രത്തിനെയും കണ്ടില്ല. ആ വാസവൻ അടങ്ങിയിരിക്കില്ല. വാസവന്റെ കൂടെയുള്ളവർ കേട്ടതാണ് വിക്രമാണ് ഇത് ചെയ്തതെന്ന്. വിക്രം എന്നിട്ട് എവിടെയാ? അവനെ ഒന്ന് ഫോണിൽ വിളിച്ചേ. നേരം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വിക്രം. ഫ്രണ്ട്സാകെ പരിഭ്രമത്തോടെ ഇരിക്കുന്നുണ്ട്. വിക്രത്തിന് എന്തു പറ്റിയെന്നറിയാതെ.
അന്നേരം MLA വാസവന്റെ അനുയായികളും ഗുണ്ടകളും വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ തട്ടി വിളിക്കുക. നേരം എല്ലാവരും വരുന്നുണ്ട്. അതൊക്കെ തുറന്നു നോക്കുമ്പോ ഗുണ്ടകളെ കണ്ട് എല്ലാവരും ഭയക്കുന്നുണ്ട്. ഉടനെ തന്നെ അകത്ത് കയറി വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നുണ്ട്. ആഷിനെയും കമലത്തിനെയും തല്ലുന്നുണ്ട്. അതുപോലെ ഈ നായകനെയും വിശ്വത്തിനെയും അവരും തിരിച്ചു തല്ലുക. നേരം ശ്രീജിയും നന്ദിനിയും കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറെ പേർ അടുക്കളയിൽ പോയി പാത്രങ്ങളും എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട്. ശ്രീജിയുടെ ബിസിനസ് ചെയ്യുന്ന മുറിയും ചവിട്ടി തുറന്ന് അവിടെയുള്ള പലഹാരങ്ങളും എല്ലാം നശിപ്പിക്കുക. വിക്രത്തിന്റെ മുറിയിൽ കയറി വിക്രത്തിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം എവിടെയാന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. നേരം മാഷ് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ, എന്തിനാ ഈ അതിക്രമം കാണിക്കുന്നത്? നേരം ഒരാള് പറയുന്നുണ്ട്, MLA വാസവന്റെ മകനെ നിന്റെ മകൻ കൊന്നു, അതുകൊണ്ട് വിക്രത്തിനെയും നിങ്ങളെയൊന്നും ഇനി ജീവനോടെ വെച്ചേക്കല്ലെന്ന ഞങ്ങളുടെ തീരുമാനം. അന്നേരം അവർ പേടിച്ച് ഭയന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നുണ്ട്. കൂടെ ശ്രീകാര്യം ശ്രീനിവാസന്റെ കുറെ പാർട്ടിക്കാരും അവരെയൊക്കെ തല്ലുന്നുണ്ട്. അന്നേരം മാഷും കുടുംബവും ഓടിപ്പോയി മുറിയടച്ചിരിക്കുന്നുണ്ട്. പേടിച്ച് വിറച്ച് നേരം മാഷ് കമലത്തിനോട് ചോദിക്കുക, എന്താ കമലം ഈ കേട്ടത്? വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ഇതാരോ അവനെ ചതിച്ചതാണ്. അന്നേരം കമലം പറയുന്നുണ്ട്, വിക്രം ഇപ്പോ ഇവിടെയാ മാഷെ, എനിക്കാകെ പേടിയാവുക. കരഞ്ഞുകൊണ്ട് കമലം പറയുന്നുണ്ട്. അങ്ങനെ വാസവന്റെ ഗുണ്ടകളെ അവിടെ നിന്നും അടിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ആ വിക്രത്തിനെ ഞങ്ങൾ വെറുതെ വിടില്ല. നേരം ഫ്രണ്ട്സ് വിഷമത്തോടെ നിൽക്കുക. റൂമിന്റെ കഥക് തട്ടി വിളിക്കുന്നുണ്ട്. നേരം മാഷ് കഥക് തുറക്കുക. നേരം ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്? വിക്രം എവിടെയാ? നേരം ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട്, നടന്ന സംഭവങ്ങളെല്ലാം MLA വാസവന്റെ മകനെ കുത്തിയത് വിക്രമല്ല, അവനെ പോലെ തോന്നിക്കുന്ന ആരോ ബൈക്കിൽ വന്ന് മുഖം മറിച്ച് അരുണിനെ കുത്തിയിട്ട് പോയി. പുറകിൽ നിന്ന് ആരോ വിക്രം എന്ന് വിളിച്ചു. ആ MLA വാസവൻ ഗുണ്ടകൾ ഇതെല്ലാം കേട്ടു. പാർട്ടിക്കാര് ഇത് കേട്ടു. അവരാ പോയി പറഞ്ഞത് വിക്രമാണ് അത് ചെയ്തതെന്ന്. നേരം മാഷ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് വിക്രം എവിടെയാ? അറിയില്ല മാഷെ, ഞങ്ങള് വിക്രത്തെയും കൊണ്ടേ വരൂ. ഇത്രയും പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. നേരം അനിയൻ കുട്ടനോട് പറയുക, ഇവിടെ തന്നെ നിക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. നേരം അവര് പോകുന്നുണ്ട്. നേരം ശ്രീകാര്യം ശ്രീനിവാസന്റെ വലം കൈയായ പുളിക്കനെ വിളിക്കുന്നുണ്ട്. എടോ, വിക്രം ഇപ്പോ എവിടെയുണ്ടെന്ന് അറിയാമോ? ആ വാസവന്റെ കയ്യിൽ കിട്ടി, അതോടെ തീർന്നു. വിക്രം സുധാകരൻ. നേരം പൊളിക്കാൻ പറയുന്നുണ്ട്, ഇല്ല സാറേ, ശ്രീനി സാറ് ഇപ്പോഴും പറയുന്നത് കേട്ടു, എവിടെയുണ്ടെങ്കിലും വിക്രത്തിനെ കണ്ടുപിടിക്കണമെന്ന്. അന്നേരം പൊളിക്കാൻ പറയുന്നുണ്ട്, അവനെ നമ്മൾ ആറിൽ കെട്ടിയിട്ടിരിക്കുവല്ലേ, ആറ് പറഞ്ഞിട്ട് അവനെ വിടാമെന്ന് കരുതി. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അവനെ അയച്ചു വിടാൻ പറ, വാസവന്റെ കൈകൊണ്ട് തീരട്ടെ അവൻ. എന്നത്തോടെ നേരം പൊളിക്കാൻ പറയുക, സാർ ഞാനെന്തെങ്കിലും ഇടിക്കപ്പെടുമോ? സാറ് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത്, ആർക്കെങ്കിലും നമ്മളെ സംശയം തോന്നിയിട്ടുണ്ടാവോ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്ത് സംശയം തോന്നാനാ, ഞാൻ ഒളിച്ചു നിന്നല്ലേ വിക്രം എന്ന് വിളിച്ചത്. ഇത് കേട്ടതും ഞാൻ തിരിഞ്ഞു നോക്കി, ഞാനാണ് അവനെ കുത്തിയതെന്ന് എനിക്കും മാത്രമേ അറിയൂ. ഇത് വിക്രമാണെന്ന് വാസവന്റെ ആൾക്കാർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഈ വിക്രം എന്ന് വിളിച്ചപ്പോ നമ്മളെയൊന്നും ആരും സംശയിക്കില്ല, കാരണം എന്നെയും തന്നെയൊന്നും അവര് കണ്ടിട്ടില്ല. അവന്റെ ആൾക്കാരിൽ ഒരാളാണ് വിക്രം എന്ന് വിളിച്ചതെന്നും ഞാനല്ല, വിക്രമാണ് അത് ചെയ്തതെന്നും വാസവനും ഇതിന് സാക്ഷിയായവരും ഇത് വിശ്വസിച്ചു. അവനാണ് അത് ചെയ്തത് എന്ന് കണ്ട സാക്ഷികളുമുണ്ട്. അന്നേരം പൊളിക്കും പറയുന്നുണ്ട്, എന്നാ ശരി സാർ, ഞാൻ ശ്രീനി സാറിന്റെ അടുത്തേക്ക് പോട്ടെ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. അന്നേരം ശരിയെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇറങ്ങാനാവാതെ സന്തോഷം കൊണ്ട് ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്. അന്നേരം വർഷം ഉറങ്ങുക. ഇതൊന്നും അറിയാതെ അതുപോലെ വേദയും ഇടയ്ക്ക് വേദ സ്വപ്നം കണ്ട് കെട്ടി ഉണരുന്നുണ്ട്. വിക്രത്തെക്കുറിച്ച്, വിക്രത്തിന് അപകടം സംഭവിക്കുന്നതായി വേദ സ്വപ്നവും കാണുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ച് വേദ കിടക്കുന്നുണ്ട്. വിക്രത്തിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ഞാനല്ല ഡൈവേഴ്സ് നോട്ടീസ് അയച്ചതെന്നും വിക്രത്തിനോട് പറയണമെന്ന് വേദ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വേദ കിടന്നുറങ്ങുക. MLA വാസവന്റെ അരികിൽ പോയി ഗുണ്ടകൾ പറയുന്നുണ്ട്, സാർ നിങ്ങൾ എല്ലായിടവും അന്വേഷിച്ചു, വിക്രത്തിന്റെ വീട്ടിൽ അവനില്ല, അവൻ എവിടെയോ ഒളിച്ചിരിക്കുക. നേരം വാസവൻ ചോദിക്കുന്നുണ്ട്, അവന്റെ കുടുംബത്തിനെ നിങ്ങൾ എന്ത് ചെയ്തു? നേരം അവര് പറയുക, ആ വീട്ടിലുള്ള എല്ലാം ഞങ്ങൾ നശിപ്പിച്ചു, അവരെയൊക്കെ തല്ലിച്ചതച്ചു. അപ്പോഴാ ശ്രീകാര്യം ശ്രീനിവാസൻ പാർട്ടിക്കാരും ഇതുപോലെ എന്റെ ഫ്രണ്ട്സും വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാനായില്ല സാർ. അന്നേരം ദേഷ്യത്തോടെ അവരോട് പറയുക, എന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം? നേരം പുലരുന്നതിന് മുന്നേ വിക്രത്തിനെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം, അവൻ എനിക്ക് വേണം. എന്റെ മകനെ ചിതയിൽ വെക്കുന്നതിന് മുന്നേ അവനും അവസാനിക്കണം. നേരം അവര് പറയുന്നുണ്ട്, ഞങ്ങള് വിക്രത്തിനെയും കൊണ്ടേ വരൂ. ഇത്രയും പറഞ്ഞിട്ട് ഇവരവിടുന്ന് പോകുന്നുണ്ട്. നേരം അരുണിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തകർന്നിരിക്കുന്നുണ്ട് വാസവൻ. വിക്രത്തിന്റെ അന്ത്യം കാണാൻ വാസവൻ കൊതിക്കുന്നുണ്ട്. സത്യങ്ങളൊന്നും അറിയാതെ വിക്രത്തിന്റെ ജീവന് വേണ്ടി ആഹിച്ചിരിക്കുന്നുണ്ട് വാസവൻ. നേരം ശ്രീകാര്യം ശ്രീനിവാസൻ ഇതയോട് പറയുക, ആരായിരിക്കും വിക്രത്തിന്റെ പേര് പറഞ്ഞ് ആ വരുണിനെ എത്തിയത്? അത് കണ്ടുപിടിക്കണം. നേരം പൊളിക്കൻ പറയുന്നുണ്ട്, ഇത് പിന്നെ വിക്രത്തിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക, അവരുടെ ലക്ഷ്യവും വിക്രം തന്നെയായിരിക്കും. അന്നേരം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അത് നിനക്കെങ്ങനെ അറിയാം വിക്രമാണ് അവരുടെ ലക്ഷ്യമെന്ന്?
അന്നേരം പൊളിക്കും പറയുന്നുണ്ട്, ആ വാസവൻ സ്വന്തം മകനെ തൊട്ട വെറുതെ ഇരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? വിക്രത്തിനെ കൊല്ലാതെ അയാളുടെ പക അടങ്ങില്ല. സാറിനെ തോൽപ്പിക്കാനായി ആരോ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ട്. നീ ഈ കുറ്റവും സാറിന്റെ തലയിലാവൂന്ന എന്റെ സംശയം. ഇത് കേട്ട് ദേഷ്യത്തോടെ ശ്രീകാര്യം ശ്രീനിവാസ് പൊളിക്കിനെ നോക്കുന്നുണ്ട്. നിരുംസുത പറയുക, എന്താടോ താൻ പറയുന്നത്? ഏട്ടൻ എന്താ ചെയ്തത്? എല്ലാരും കൂടി വിക്രത്തെ ചതിച്ചതല്ലേ? ഇതുമായി ഏട്ടൻ ഒരു ബന്ധവുമില്ല. നിരംപൊളിക്കും പറയുന്നുണ്ട്, സാറിന്റെ വലം കൈയാണല്ലോ വിക്രം. ഇനി ചിലപ്പോ സാറ് പറഞ്ഞിട്ടാണ് വിക്രം ഇത് ചെയ്യിച്ചതെന്ന്. നാട്ടിൽ പാട്ടായ സാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ഇലക്ഷനെ സാർ ജയിക്കാൻ പാടുപെടേണ്ടി വരും. ജനങ്ങളെല്ലാം പിന്നെ വാസവന്റെ ഒപ്പമായിരിക്കും. ശ്രീകാര്യം ശ്രീനിവാസന്റെ വലങ്കൈയായ വിക്രം എതിർ പാർട്ടിക്കാരനായ വാസവന്റെ മകനെ കൊന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞ അത് ചെയ്യിച്ചത് സാറാണെന്നല്ലേ എല്ലാവരും കരുതൂ. ഇത് വിക്രത്തിന് മാത്രമല്ല സാറിനും കൂടി തന്ന പണിയ. അതാരായാലും നീരും ശ്രീകാര്യം ശ്രീനിവാസൻ ഇത് കേട്ട് വിചാരിക്കുന്നുണ്ട്, ശരിയാണ് പറഞ്ഞത്, വിക്രം കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചേ പറ്റൂ എന്ന് സുധയോട് പറയുന്നുണ്ട്. നിരംസുത പറയുക, എന്നിട്ടിപ്പോ വിക്രം എവിടെയാണ്? എല്ലാരും അവനെ അന്വേഷിച്ച് നടക്കുക. ഇനി ചിലപ്പോ വാസവന്റെ കയ്യിൽ വിക്രത്തിനെ കിട്ടിയിട്ടുണ്ടാവോ? എങ്കിൽ പിന്നെ എല്ലാം കൈവിട്ടു പോവും. എത്രയും പെട്ടെന്ന് വിക്രത്തെ കണ്ടുപിടിച്ച് അവനെ രക്ഷിക്കണം. നിരപ്ശ്രീകാരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, ശരിയാ പറഞ്ഞത്, വിളിക്കാം. എത്രയും പെട്ടെന്ന് വിക്രത്തെ കണ്ടുപിടിക്കാനായി ആളുകളെ വിട്. വാസവന്റെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ വിക്രത്തിനെ നമുക്ക് കിട്ടിയിരിക്കണം. അന്നേരം ശരിയെന്ന് പറഞ്ഞു പുളിക്കൻ അവിടുന്ന് പോകുന്നുണ്ട്. എല്ലാത്തിനും കൂട്ടുനിന്ന് വിക്രത്തെ ചതിച്ച പുളിക്കൽ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ അഭിനയിച്ച് നിൽക്കുന്നുണ്ട്. നേരം വിക്രം കാറിനുള്ളിൽ ഇട്ടിരിക്കുന്നുണ്ട്. ഡോറെല്ലാം അടച്ചിട്ട് നോക്കുന്നുണ്ട്. തന്നെ ചതിക്കാനായി ആരോ മനഃപൂർവ്വം ഇനി ഒരുക്കിയതാണെന്ന് വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം മുഖം മൂടിയിട്ട കുറച്ചുപേർ വന്ന് വിക്രത്തിന്റെ കയ്യിലെ കെട്ടയക്കുന്നുണ്ട്. എന്നിട്ട് അവരിൽ നിന്നും അവിട്ടി താഴെ ഇടുക. ഉടനെ തന്നെ ആ കാറിൽ കയറി ഇവര് പോകുന്നുണ്ട്. സംഭവിച്ചതൊന്നും അറിയാതെ വിക്രം ചുറ്റും നോക്കുന്നുണ്ട്. അന്നേരം ബൈക്കിൽ വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് വരുക. ജോസഫ് ഏട്ടനും സജിനും. അന്നേരം ഉടനെ വിക്രത്തിന് നേരെ ബൈക്ക് നിർത്തിയിട്ട് പറയുക, നീ എവിടെയായിരുന്നു വിക്രം? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഞാൻ അവരുടെ പുറകെ ഓടിയത്. അപ്പോൾ കുറെ പേർ ചേർന്ന് എന്റെ കൈയെല്ലാം കെട്ടി കാറിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അന്നേരം ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? നീ ആദ്യം ബൈക്കിലോട്ട് കയറി എല്ലാം പറയാം. ഉടനെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനോട് ഫോണിൽ വിളിച്ചു പറയുന്നുണ്ട്, സാർ വിക്രത്തിനെ കിട്ടിയിട്ടുണ്ട്. നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ എത്തിക്കണം. അന്നേരം ഇതെല്ലാം കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? എന്താ കാര്യം? എന്നോടൊന്ന് പറ. അന്നേരം അവർ പറയുന്നുണ്ട്, എല്ലാം പറയാം വിക്രം, നമ്മളിപ്പോ പോകുന്നത് ശ്രീനിസാന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് എല്ലാം വിശദമായി പറയാം. അന്നേരം വാസവന്റെ ഗുണ്ടകൾ കാണുന്നുണ്ട്. ബൈക്ക് തടയുക. പാർട്ടിക്കാരെല്ലാ പേരും വിക്രത്തിന് നേരെ വരുന്നുണ്ട് തല്ലാനായി. അന്നേരം ഒന്നും മനസ്സിലാവാതെ വിക്രം നിൽക്കുക. അന്നേരം ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട്, വിക്രം നോക്കി നിൽക്കാതെ അവരെയൊക്കെ തല്ല്. അന്നേരം സ്വയം രക്ഷയ്ക്കായി വിക്രം അവരെയെല്ലാം തല്ലുന്നുണ്ട്. തന്റെ നേർക്ക് വന്നവരെയെല്ലാം വിക്രം തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് പുറകെ ജീപ്പുകളിലായി വിക്രത്തിന്റെ നേരെ വരുന്നുണ്ട്. അന്നേരം ജോസഫ് ഏട്ടൻ പറയുക, വിക്രം ബൈക്കിൽ കയറ്, പെട്ടെന്ന് രക്ഷപ്പെടണം. അന്നേരം വിക്രം ബൈക്കിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ കാര്യം? എന്തിനാ അവരെല്ലാം എന്നെ ആക്രമിക്കാൻ വരുന്നത്? ഞാൻ എന്താ ചെയ്തത്? ജോസഫ് ഏട്ടൻ പറയുക, നീ ഒന്നും മിണ്ടാതിരിക്കും വിക്രം, എല്ലാം പറയാം. അന്നേരം ചീറിപ്പാഞ്ഞ് വിക്രത്തിനെയും കൊണ്ട് ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രീനിസാന്റെ വീട്ടിലേക്ക് വിക്രം എത്തുക. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ സംഭവിച്ചത്? എല്ലാ പേരും എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് എന്തിനാ? എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, എന്തായാലും പറയൂ സാർ. അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തിന്റെ തോളിൽ തട്ടി പറയുന്നുണ്ട്, വലിയൊരു ചതി നടന്നു വിക്രം, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ചതി എനിക്കും തനിക്കുമെതിരെ നടത്തിയ കൊടും ചതി. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ സാർ, ആരും ഒന്നും എന്നോട് പറയുന്നില്ല, എന്താ സംഭവിച്ചത്? അന്നേരം ശ്രീനിവാസൻ പറയുക, എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജോസഫ് ആണല്ലോ, അയാള് തന്നെ പറയും. അന്നേരം വിക്രം ജോസഫിനെ നോക്കുന്നുണ്ട്, എന്താ ജോസഫ് ഏട്ട, ആരാ എന്നെ കാറിന്റെ അകത്ത് കൂട്ടിയിട്ടത്? അതിനിടയിൽ എന്താ സംഭവിച്ചത്? അന്നേരം ജോസഫ് ഏട്ടൻ പറയുന്നുണ്ട്, വിക്രം നീ ആ ബൈക്കിന്റെ പുറകെ ഓടിയപ്പോൾ അരുൺ അവിടേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്നവർ അരുണിനെ തടഞ്ഞു നിർത്തി. നേരം ഒരു ബൈക്കിൽ എന്നെ പോലെ തോന്നിക്കുന്ന മുഖം മൂടിയിട്ട് ഒരുത്തൻ വന്ന് അരുണിന്റെ വയറ്റിൽ കുത്തി. നേരം നമ്മുടെ പാർട്ടിയിലുണ്ടായിരുന്ന ആരോ ഒരാൾ വിക്രം എന്ന് വിളിച്ചു. പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. ഇത് കേട്ട് വിക്രം ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുക, അരുണിനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചെന്നാ കേട്ടത്. ഇത് കേട്ട് വിക്രം ആകെ ഞെട്ടുന്നുണ്ട്. കണ്ണൊക്കെ നിറയുക. വിക്രം പറയുക, എന്താ സാറി കേൾക്കുന്നത്? അരുൺ മരിച്ചെന്നോ? ആരാ ഇതൊക്കെ ചെയ്തത്? നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നുണ്ട്, അറിയില്ല വിക്രം, നമുക്ക് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ തന്റെയും എന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും. അവരാഗ്രഹിച്ചതുപോലെ ഇത് ചെയ്തത് ആരായാലും എന്നെ ലക്ഷനിൽ തോൽപ്പിക്കാനും തന്നെ വാസവനെ കൊണ്ട് കൊല്ലിക്കാനുമാ ഈ ചെയ്തവരുടെ ലക്ഷ്യം. നേരം ഉടനെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് പേടി, എന്നെ അന്വേഷിച്ച് ആ വാസവനെ കൊണ്ട് എന്റെ വീട്ടുകാരെ എന്തെങ്കിലും ചെയ്യുമെന്ന പേടി. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. നേരം ഉടനെ ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, വേണ്ട വിക്രം, നീ ഇപ്പൊ വീട്ടിൽ പോണ്ട. ആ വാസവന്റെ ഗുണ്ടകൾ വീട് കയറി ആക്രമിച്ചു, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പോയേക്കും ഞങ്ങൾ അവിടെ എത്തി. ഇനി അവിടെ ആരും വരില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അവിടെ ആവലുണ്ട്. ശ്രീനി സാറ് ഇതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു. നേരം വിക്രം വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഇനി എന്ത് ചെയ്യും സാർ? എല്ലാം കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ തോന്നുക. നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എന്ത് വേണോന്ന് ആലോചിക്കാം.
ആലോചിക്കാം. വിഷമിച്ച് വിക്രം ഇരിക്കുന്നുണ്ട്. നേരം ഫ്രണ്ട്സ് പറയുക, ഇന്നെ അന്വേഷിച്ച ആ വാസവന് അവന്റെ ഗുണ്ടകള് ഓടി നടക്കുക. ഇന്നെ കയ്യിൽ കിട്ടിയ ഇന്നെ അയാൾ വെച്ചേക്കത്തില്ല. അയാളുടെ സ്വഭാവം നിനക്കറിയാലോ. നേരം വിക്രം പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ പേടിച്ചിരിക്കണോ? എന്നെ അതിന് കിട്ടില്ല. കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, എന്നാലും ഒളിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. നേരം ശ്രീനി സാറ് പറയുന്നുണ്ട്, വിക്രം ഒളിച്ചിരിക്കണോന്നല്ല പറയുന്നത്, ആരാണിത് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതുവരെ എല്ലാവരിൽ നിന്നും പറഞ്ഞു നിന്നേ പറ്റൂ വിക്രം. നേരം ദേഷ്യത്തോട് വിക്രം പറയുന്നുണ്ട്, ആരായിരിക്കും ഇത് ചെയ്തത്? അരുൺ ഒരു പാവമായിരുന്നു. ഇത് ചെയ്തത് ആരായാലും ഞാൻ അവനെ വെറുതെ വിടില്ല, കണ്ടുപിടിച്ചിരിക്കും. നേരം ഹോസ്പിറ്റലിൽ നിന്നും അരുണിന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട് വാസവൻ നെഞ്ചു പൊട്ടി നിൽക്കുന്നുണ്ട്. എല്ലാവരും കരഞ്ഞുകൊണ്ട് അരുണിനെ കെട്ടിപ്പിടിക്കുക, ഒരുപാട് കരയുന്നുണ്ട്. അതുപോലെ അരുണിന്റെ അമ്മയും നിയത്തിയും. അന്നേരം പോലീസ് വന്ന് വാസവനോട് പറയുക, ഇത് ചെയ്ത ആളുടെ മുഖം ആരും കണ്ടിട്ടില്ല, പക്ഷേ വിക്രത്തിന്റെ പേരാണ് കേൾക്കുന്നത്. അവരുടെ കൂടെയുള്ള ആരോ ആണ് വിക്രത്തിന്റെ പേര് വിളിച്ചത്. നേരം വാസവൻ പറയുന്നുണ്ട്, പിന്നെന്താ സംശയം? അവൻ തന്നെയല്ലേ ഇത് ചെയ്തത്? മറ്റാരും എന്റെ മകനോട് അത് ചെയ്യില്ല. ഒരിക്കലും അവൻ എന്റെ മകനെ കിടത്തിയതാണ്. ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോ അവൻ വീണ്ടും എന്റെ മകന്റെ ജീവൻ എടുത്തു. ഇനി അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നിയമം അവനെ എന്ത് ശിക്ഷ വിധിച്ചാലും അവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. നേരം ഇൻസ്പെക്ടർ സാബ് പറയുക, ഞങ്ങൾ അവനെ എല്ലായിടും അന്വേഷിക്കുന്നുണ്ട്, വീട്ടിലെത്തിയിട്ടില്ല. ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിൽ പരിശോധന നടത്തി, അവിടെയും അവനില്ല. അവനെ കയ്യിൽ കിട്ടിയ ഞാൻ ശരിക്കും പെരുമാറും. അവനെ കൊണ്ട് തത്ത പറയിക്കുന്നത് പോലെ ഞാൻ പറയിക്കും സാർ. നേരം വാസവൻ പറയുന്നുണ്ട്, അവനെ നിങ്ങൾക്ക് കിട്ടില്ല, അതിനു മുന്നേ അവനെ ഞാൻ തീർക്കും. എന്നിട്ട് ഈ വാസവനെ ഉറക്കമുള്ളൂ. ഒരു തുള്ളി വെള്ളം കുടിക്കൂ, അതെന്റെ ശബ്ദമാണ്. എന്നിട്ട് അരുണിനെ നോക്കി വാസവൻ കരയുന്നുണ്ട്, തകർന്ന് കസേരയിൽ ഇരിക്കുന്നുണ്ട്. നേരം ഇൻസ്പെക്ടർ സാബു ഇവിടുന്ന് പോകുന്നുണ്ട്. വിക്രത്തിനെ പിടികൂടാനായി എല്ലായിടവും അന്വേഷണവും നടത്തുക. വീട്ടിൽ വന്ന് മാഷിനോടും കമലത്തിനോടും എല്ലാരോടും പറയുന്നുണ്ട്, വിക്രത്തിനെ കയ്യിൽ കിട്ടിയ അവന്റെ പൊടി പോലും നിങ്ങൾക്ക് കിട്ടില്ല. കൊന്നത് വാസവന്റെ മകനെയാണ്. അതിന് പകരം അയാള് ചോദിച്ചിരിക്കും. എന്റെ ജോലി അത്രയും കുറഞ്ഞു. വിക്രത്തെ അന്വേഷിച്ച് നടക്കുന്നത് ആ MLA വാസവൻ അയാളുടെ ഗുണ്ടകളുമാണ്. മാഷിനെയും കമലത്തിനെയും എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട്. ക്ഷമത്തോടെ കരഞ്ഞുകൊണ്ട് കമലം മാഷിനെ കെട്ടിപ്പിടിച്ച് കരയുക. പറയാൻ വാക്കുകൾ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വിക്രത്തെ അന്വേഷിച്ച് MLA വാസവൻ അതുപോലെ ഇൻസ്പെക്ടർ സാബുവും വിരിക്കുന്നുണ്ട്. നേരം രാവിലെ പത്രത്തിലൂടെ ആ വാർത്ത കേൾക്കുന്നുണ്ട്. ോടെ പത്രം വായിച്ചു നോക്കുക. അരുൺ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. ശ്രീകാര്യം ശ്രീനിവാസൻ പാർട്ടി നേതാവ് വിക്രം പാർട്ടിയായ വാസവന്റെ മകനെ കൊന്നു എന്നായിരുന്നു വാർത്ത. അത് വായിച്ച് ഇത് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നുണ്ട്. നേരം ദീപ്തി ഒരുപാട് തവണ അരുണിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കുക. നേരം കാപ്പി കുടിക്കാനായി എത്തി താഴോട്ട് പോകുന്നുണ്ട്. നേരം ശ്രീകാന്ത് പത്രം ഇടിച്ചു വായിച്ചിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, നല്ല വാർത്തയാണല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ, ഇതൊന്നും നോക്ക്. നേരം ശങ്കരനും നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പറയുക, നീ തിരികെ വന്നത് നന്നായെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടല്ലോ. അവിടെ നിന്നിരുന്നെങ്കിൽ ആ വാസവനും അവന്റെ ഗുണ്ടകളും ചേർന്ന് എന്നെയും ഉപദ്രവിച്ചേനെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വിക്രത്തിന്റെ ജീവൻ അധിക നാളും ഉണ്ടാവില്ല. ആ വാസവൻ തന്നെ എടുത്തോളും. അതോ വാസവന്റെ കയ്യിൽ അവന്റെ ജീവൻ പോയോന്നും അറിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവൻ എവിടെ ഒളിച്ചിരുന്നാലും അവനെ കണ്ടുപിടിക്കും. അപ്പോഴേക്കും ദീപ്തി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു സംസാരം? നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുക, അതാ നോക്ക്, ഈ പത്രത്തിലുണ്ട് വാർത്ത. നേരം ദീപ്തി ഇത് മേടിച്ചു നോക്കുന്നുണ്ട്. അരുണിന്റെ ഫോട്ടോ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും കേട്ട് ഉടൻ തന്നെ ദീപ്തി ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇതേയും എല്ലാവരും ദീപ്തിയെ പിടിക്കുന്നുണ്ട്. മുഖത്ത് വെള്ളം തളിക്കുന്നുണ്ട്. നേരം ദീപ്തി കണ്ണു തുറന്ന് കരയുന്നുണ്ട്. എന്റെ വരുണിന് എന്താ സംഭവിച്ചത്? എനിക്കിപ്പോ കാണണം. അരുൺ ദീപ്തി നിലവിളിച്ചുകൊണ്ട് അറിഞ്ഞു പറയുന്നുണ്ട്. നേരം ഇത് കേട്ട് ഏതയ്ക്കും പത്മത്തിനും ഒത്തിരി സങ്കടാവുന്നുണ്ട്. നേരം ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ശങ്കരൻ അന്നേരം എന്ത് പറയണം എന്നറിയാതെ ചലനായി നിൽക്കുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ ഏതാ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. മുകളിൽ പോയി ചന്ദ്രശേഖരനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അന്നേരം വേദ ദേഷ്യത്തോടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയേ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? നിങ്ങളല്ലേ ഇതെല്ലാം ചെയ്തത്? ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ മുടി, വിക്രത്തിനെ ചിലപ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. പക്ഷേ വാസവന്റെ മകനോട് ഞാൻ എന്തിനും ചെയ്യണം? അവനെ ശരിക്കും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അവൻ എന്റെ ശത്രുവുമല്ല, അവൻ എന്റെയും. അങ്ങനെ ഒരാളെ ഞാൻ എന്തിനു കൊല്ലണം? എനിക്ക് അതിന്റെ ആവശ്യം എന്തിനാ? അതുപോലും ചിന്തിക്കാനുള്ള ബോധം നിനക്കില്ലേ? ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുന്നുണ്ട്. നേരം ദീപ്തി അരുണിനെ കാണണമെന്ന് ചാട്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഏതയും ദീപ്തിയും കൂടി അരുണിനെ കാണാനായി പോകുന്നുണ്ട്. അരുണിനെ കണ്ട് ദീപ്തി പൊട്ടി പൊട്ടി കരയുക. നേരം ഏതാ വാസവനെ നോക്കുന്നുണ്ട്. ദേഷ്യത്തോടെ ഏതയോട് പറയുക, എന്റെ മകനെ കൊന്നത് എന്റെ ഭർത്താവാണ് വിക്രം. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ കുടുംബത്തിനെയും വിക്രത്തെ കൊന്നതിന്റെ പേരിൽ എന്നെ നോക്കിക്കൊല്ലാൻ വിധിച്ചാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ വിക്രത്തെ ജീവനോടെ കാണാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ ഒരുമിച്ച് സുഖമായി ജീവിക്കില്ല. നേരം വേദ പേടിയോടെ വാസവനെ നോക്കുന്നുണ്ട്. വിക്രത്തിനോട് എത്രമാത്രം പകയാണ് വാസവനുള്ളതെന്ന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നേരം വേദ പറയുക, വിക്രമാണ് അത് ചെയ്തതെന്ന് അറിഞ്ഞ അറിവ് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ കണ്ടോ? ഇത് ചതിയാണ്. വിക്രമല്ല അത് ചെയ്തത്.
അന്നേരം വാസവൻ പറയുക തീടവാദം അത് കോടതിയിൽ മതി, എന്റെ അടുത്ത് വേണ്ട, ഇത്രയും പെട്ടെന്ന് നീത്തിയും കുട്ടി ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നേരം ഇത്തിയും കൂട്ടി ഇത് അവിടുന്ന് പോകുന്നുണ്ട്. വാസവൻ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. അതുപോലെ ചന്ദ്രശേഖരനെയും. രണ്ടുപേരും അരുണിനെ കാണാൻ വരുന്നില്ല. എന്താണ് കാരണമെന്ന് വാസവൻ ചിന്തിക്കുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസന്റെ ഇഞ്ഞ കെട്ടടത്തിൽ വിക്രത്തിനെ ആരും കാണാതെ ശ്രീകാര്യം ശ്രീനിവാസൻ ഇവിടെ നിർത്തുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് അരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഇല്ലെങ്കിൽ നല്ല വാസവൻ എന്റെ കുടുംബത്തെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് വിക്രമത്തോടെ വിക്രം ഇരിക്കുന്നുണ്ട്. അന്നേരം വിക്രം അരുണിനെ ആക്രമിച്ച സ്ഥലം കാണണമെന്നും എന്തെങ്കിലും ഒരു മുമ്പ് കിട്ടുമെന്നും വിക്രത്തിന്റെ മനസ്സ് പറയുന്നുണ്ട്. അവിടേക്ക് വിക്രം പോവുക, ആരും കാണാതെ മുഖം മറിച്ചുകൊണ്ട്. അന്നേരം റോഡും ഇതിനു ചുറ്റുമെല്ലാം വിക്രം നോക്കുന്നുണ്ട്. ആനും ഫ്രണ്ട്സും കൂടി നോട്ടീസ് ഒട്ടിച്ച സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം കുറച്ച് മാറി ഇടിയുടെ ഇടയിൽ നിന്നും പേസ് കിട്ടുന്നുണ്ട്. ഇത് വിക്രം ഇത് നോക്കുക, ഒരിക്കലിന്റെ ഫോട്ടോ, ഇലക്ഷൻ ഐഡിയും കാശ് ഇതിലിരിക്കുന്നുണ്ട്. നേരം 1 ലക്ഷം രൂപയുടെ ചെക്കും ഒരു പേപ്പറിൽ കുറെ നമ്പർ അതിൽ കാണുന്നുണ്ട്. നേരം വിക്രം ചിന്തിക്കുന്നുണ്ട്, 1 ലക്ഷം രൂപയുടെ ചെക്ക് എങ്ങനെയാണ് ഇയാളുടെ പേസിൽ വന്നത് എന്നൊക്കെ ചിന്തിക്കുക. നേരം ആ നമ്പരെല്ലാം വിക്രം നോക്കുന്നുണ്ട്. അതിൽ ശ്രീകാന്തിന്റെ നമ്പർ കാണുക, അതുപോലെ എംഎൽഎ വാസവന്റെയും അങ്ങനെ പലരുടെയും നമ്പർ കാണുന്നുണ്ട്. ചെറിയൊരു സംശയം വിക്രത്തിന് തോന്നുക. അങ്ങനെ പേസും കൊണ്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഏതേ കണ്ട് നടന്നതെല്ലാം പറയണമെന്ന് തോന്നുന്നുണ്ട്. തന്റെ നിരപരാധിത്വം ഏതെ അറിയിക്കണമെന്ന് ആ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം തിരികെ ഇനി സാറിന്റെ ഇഞ്ഞ കെട്ടിടത്തിലേക്ക് വരുന്നുണ്ട്. നേരം ഏതാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വിക്രം എവിടെയാണെന്ന് അറിയാതെ ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നേരം കമലത്തെ വിളിച്ച് ഏത് ചോദിക്കുന്നുണ്ട്. വിക്രം എവിടെയാണെന്ന് അറിയാമോ? നേരം കമലം പറയുക, അറിയില്ല മോളെ, വാസവന്റെ ഗുണ്ടകൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് എല്ലാം നശിപ്പിച്ചിട്ട് പോയി. ഇനിയും മാഷിനേറ്റിലുള്ള എല്ലാവരെയും ഉപദ്രവിച്ചു. ശ്രീജ ബിസിനസ് ചെയ്യുന്നവരുടെ എല്ലാ ഗുണ്ടകൾ ഒന്നും ബാക്കി വെച്ചില്ല. 1 രൂപയുടെ നഷ്ടമാ വെച്ചത്. ഇതൊക്കെ പോട്ടെ, വിക്രത്തിന് ഒന്നും സംഭവിക്കരുത്, എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കുമോളെ. വിക്രം ഒന്നും ചെയ്തിട്ടില്ല, ആരും ചതിച്ചതാണ്. ഷോപ്പിലെ ഫ്രണ്ട്സ് പറഞ്ഞത് അന്ന സംഭവങ്ങളെല്ലാം നിരവേദ പറയുന്നുണ്ട്. എനിക്കറിയാമേ ഇതിന്റെ പിന്നിൽ ആരോ ആണെന്ന്. അമ്മ വിഷമിക്കേണ്ട, വിക്രത്തിന് ഒന്നും സംഭവിക്കില്ല, പിന്നെ വിളിച്ചോളാം. ഇത്രയും പറഞ്ഞിട്ട് ഇത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇറങ്ങാനാവാതെ ഇത് ഇരിക്കുന്നുണ്ട്. അരുണിന് എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നായിരുന്നു ഏതയുടെ ചോദ്യം. വിക്രത്തിനെ ഇങ്ങനെ രക്ഷിക്കാതിനെ വ്യക്തമായ ഉത്തരം കിട്ടണമെങ്കിൽ വിക്രത്തെ തനിക്ക് കണ്ടേ പറ്റൂ. വിക്രമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ എന്നായിരുന്നു ഏതയുടെ മനസ്സിൽ. നേരം ഏതയെ കാണാനായി വിക്രം ആ രാത്രി ആരും കാണാതെ ഇവിടേക്ക് പോകുന്നുണ്ട്. അന്നേരവും പോലീസും വാസവനും ഗുണ്ടകളും വിക്രത്തെ തിരയുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഏതയുടെ വീട്ടിലേക്ക് വിക്രം വരുന്നുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം അതിൽ ചാടി ഏതയുടെ മുറിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വേദിയുടെ മുറിയുടെ ജനലിൽ വിക്രം തട്ടുന്നുണ്ട്. നേരം പേടിച്ച് ഇത് ആരാന്ന് ചോദിക്കുക. നേരം വിക്രത്തിനെ പോലെ ഇതൊക്കെ തോന്നുന്നുണ്ട്. ആ നിഴൽവട്ടം. നേരം പതിയെ വിക്രം പറയുന്നുണ്ട്, ഞാനാ. വിക്രം ജനൽ തുറക്ക്. നേരം പെട്ടെന്ന് വേദ ജനല് പതിയെ തുറക്കുന്നുണ്ട്. വിക്രത്തിനെ ഭയന്നുകൊണ്ട് ഇത് ചോദിക്കുക, വിക്രം നിങ്ങൾ എവിടെയായിരുന്നു? നേരം വിക്രം പറയുന്നുണ്ട്, എല്ലാം ഞാൻ എനിക്ക് നിന്നോട് സംസാരിക്കണം, കഥക് തുറക്ക്, ഞാൻ അങ്ങോട്ട് വരാം. നേരം ശരിയെന്ന് പറഞ്ഞ് വേദ പതിയെ ആരും കാണാതെ ഓറ് പോയി തുറക്കുന്നുണ്ട്. നേരം വിക്രം മുകളിലോട്ട് കയറി വരുക. വേദിയുടെ മുറിയിലോട്ട് വിക്രം ഓടി വരുന്നുണ്ട്. നേരം വിക്രം പറയുക, അത് കടക്കാൻ. നേരം ഇത് പെട്ടെന്ന് കഥ കടക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, എന്താ സംഭവിച്ചത്? അരുണിന്റെ മരണം ഇത്തി ആകെ തകർത്തു. അവളൊന്നും കരയുന്നത് പോലുമില്ല. അരുണിനെ കണ്ട ശേഷം കരവിച്ചതുപോലെ ഇരിക്കുക. അവള് അക്ഷരം മിണ്ടിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല. നേരം വിക്രം പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറയും, ഇവിടെ ഇരിക്കെ. നേരം ആ രാത്രി നടന്ന സംഭവങ്ങൾ ഇതയോട് പറയുന്നുണ്ട്. ഞാൻ ആ ബൈക്കിന്റെ പുറകെ ഓടിയപ്പോൾ തന്നെ ആ വണ്ടി ഇടച്ചിട്ടതും എല്ലാം കെട്ടി ഇതിനുള്ളിലാക്കിയതും ഇതിനിടയ്ക്കാണ് അരുണിന് ഇതൊക്കെ സംഭവിച്ചതെന്ന് ജോസഫേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതയോട് പറയുന്നുണ്ട്. നേരം ഇതെല്ലാം കേട്ട് ഇത ഞെട്ടിത്തെരിച്ചു നിൽക്കുക. നേരം വിക്രം പറയുന്നുണ്ട്, എനിക്ക് കണ്ടുപിടിക്കണം ആരാണ് അരുണിനെ കുത്തിയതെന്ന്, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നും. നേരം വേദ പറയുക, എനിക്കും അറിയണം, നിങ്ങളല്ല അത് ചെയ്തതെന്ന്. വാസവന് ബോധ്യമാവണമെങ്കിൽ അയാൾ നിങ്ങളെ എന്തും ചെയ്യാൻ മടിക്കില്ല, നിങ്ങളോട് അത്രമാത്രം പകയാണുള്ളത്. നേരം വിക്രം പറയുന്നുണ്ട്, എന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ഞാൻ പിടി കൊടുക്കാത്തത് പേടിച്ചിട്ടല്ല, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനാ എന്നോട് ഇതെല്ലാം പറയണമെന്ന് തോന്നി. അതാ ഈ രാത്രി വന്നതാൻ എന്നാ പോവുക, കഥകടച്ച് കിടന്നോ. നേരം വേദ വിക്രത്തിന്റെ കൈ പിടിക്കുക. അമർത്തി പിടിച്ചിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഒപ്പമുണ്ട്. അന്നേരം വിക്രം ഏതി സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ, പോകുക. ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം ഷോപ്പിലെ ഫ്രണ്ട്സിന്റെ ബൈക്കിൽ ഒരുമായി തിരികെ പോകുന്നുണ്ട്. അരുണിന് അപകടം നടന്ന സ്ഥലത്തുകൂടി. നേരം ജോസഫേട്ടൻ പറയുന്നുണ്ട്, ബൈക്കൊന്ന് നിർത്തിയ. നേരം എന്താന്ന് ചോദിക്കുന്നുണ്ട്. നേരം ജോസഫേട്ടൻ പറയുക, ഈ ഒരു ഷർട്ട് കിടക്കുന്നു, ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്, ഇന്നലെ വരുണിനെ കുത്തിയ അവൻ ഇട്ടിരുന്ന ഷർട്ട് ഇത് തന്നെയാ. ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നേരം വിക്രവും നോക്കുന്നുണ്ട്. കൈകൊണ്ടെടുത്ത് ജോസഫേട്ടൻ പറയുന്നുണ്ട്, ഇത് തന്നെയാ വിക്രം, ഈ ഷർട്ടാ അവൻ ധരിച്ചിരുന്നത്. നേരം വിക്രം പറയുന്നുണ്ട്, അതിങ്ങെടുക്ക്. വിക്രം അത് നോക്കുന്നുണ്ട്. പൊതിഞ്ഞ് ബൈക്കിന്റെ അകത്ത് വെക്കുക.
അപ്പോൾ ഇത് ചെയ്തത് ഇങ്ങനത്തെ ഷർട്ടുകളൊന്നും ഇടാത്ത ഒരാളാണ്. ഞാനാണിത് ചെയ്തതെന്ന് മനസ്സിലാവാനായി ഞാൻ ഇടുന്നത് പോലത്തെ ഷർട്ട് ഇട്ട് വന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം വാസവൻ ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നില്ല. കട്ട് ചെയ്യുക. അന്നേരം വാസവൻ ഒക്കെ വിഷമിക്കുന്നുണ്ട്. എന്തായിരിക്കും ശ്രീകാന്ത് ഫോൺ എടുക്കാത്തതെന്ന് ചിന്തിക്കുന്നുണ്ട്. നേരം ശ്രീകാന്തും ചന്ദ്രശേഖരനും ആരിലിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറയുക, വാസവനാണോ വിളിക്കുന്നത്? നീ ഇങ്ങനെ അയാളുടെ കോൾ എടുക്കാതിരുന്ന എന്തെങ്കിലും സംശയം തോന്നിയാലോ എടുത്ത് സംസാരിച്ചൂടെ നിനക്ക്? അന്നേരം ശ്രീകാന്ത് പറയുക, ഇനി എന്തിനാ അവനെ വിളിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടന്നു. ഇനി അവനെ കൊണ്ട് നമുക്കൊരാവശ്യമില്ല. നേരം അവിടേക്ക് വിളിക്കും വരുന്നുണ്ട്. നേരം ശ്രീകാന്ത് ചോദിക്കുക, ആനെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എല്ലാം സെറ്റിൽ ചെയ്തതല്ലേ? എനിക്ക് തരാമെന്ന് പറഞ്ഞു 1,00,000 രൂപയുടെ ചെക്ക് ഞാൻ എഴുതി തന്നില്ലേ? നേരം പൊളിക്കാൻ പറയുന്നുണ്ട്. ശരിയാണ് സാർ, പക്ഷേ കേസ് കളഞ്ഞുപോയി. ഇവിടെയാണെന്ന് ഒരു ഓർമ്മയില്ല. നീ ഒരു പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ വെച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ എങ്ങാനും പോലീസ് കണ്ടുപിടിക്കുമെന്നാ പേടി. നേരം ശ്രീകാന്ത് പറയുക, ആ കള്ളം പറയുന്നത് ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ തരാമെന്ന് പറഞ്ഞ 1,00,000 രൂപ നിനക്ക് തന്നു. നീ ഒരു 5 പൈസ ഞാൻ തരില്ല. പോവാൻ നോക്ക്. നേരം പൊളിക്കാൻ പറയുന്നുണ്ട്. സത്യമാണ് സാർ, ആ പേസ് കാണാനില്ല. എന്റെ ID കാർഡും ആധാർ കാർഡും എല്ലാം അതില അമ്പരും. അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ പറയുക, ഞാൻ ഒരു 5 പൈസ തരുമെന്ന് നീ കരുതണ്ട. ഇതിന്റെ പേര് ലക്ഷങ്ങളാ കയ്യിന്ന് പോയത്, അതും അച്ഛന്റെ അക്കൗണ്ടിൽ നിന്നും ആരും അറിയാതെ. ഇനിയും നിനക്ക് പൈസ തരാൻ എന്റെ കയ്യിലില്ല. തരാമെന്ന് പറഞ്ഞ കാശ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അധികം സംസാരിക്കണം. നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. പോവാൻ നോക്ക്. വിഷത്തോടെ ഇതൊക്കെന്നോട് പറയുന്നുണ്ട്. നിരും വിഷമത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. ശ്രീകാന്തിനെ നോക്കി മനസ്സിൽ പറയുക, എടാ ദുഷ്ട, നിനക്ക് വേണ്ടി കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നു. ആരെയും കഴിഞ്ഞപ്പോ ഞാൻ വെറും ഒരു കരിയപ്പല നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞിട്ട് വിളിക്കാൻ അവിടുന്ന് പോകുന്നുണ്ട്. നേരം ചന്ദ്രശേഖരൻ പറയുക, ശ്രീകാന്തെ, നീ അവനോട് അങ്ങനെയൊന്നും പറയണ്ടല്ലായിരുന്നു. ഇനി ഈ ദേഷ്യത്തിൽ സത്യങ്ങളെല്ലാം ഇവൻ ശ്രീകാര്യം ശ്രീനിവാസനോട് പറഞ്ഞാലോ? അന്നേരം ശ്രീകാന്ത് പറയുക, അങ്ങനെ പറഞ്ഞാൽ അവൻ പിന്നെ ഇച്ചെടുത്ത് ജീവിക്കേണ്ടി വരും. ആ ശ്രീകാര്യം ശ്രീനിവാസൻ പണം കൊണ്ട് അവൻ ജീവിക്കുന്നത്. അയാളുടെ വാലിൽ തൂങ്ങി വെറുതെ പറയുന്നതാ. ഇന്ത്യന്ന് വീണ്ടും കാശ് വാങ്ങാനുള്ള അവന്റെ അടവ് ശ്രീനിവാസനെ ചതിക്കാൻ കൂട്ടുനിന്നെന്നറിഞ്ഞ അതോടെ അയാൾ അടിച്ചു പുറത്താക്കും. പിന്നെ അവൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഒരിക്കലും അവൻ അത് പറയില്ല. നേരം ചന്ദ്രശേഖരൻ ചിരിക്കുന്നുണ്ട്. അന്നേരം വാസവിതയുടെ വീട്ടിലേക്ക് വരുക. നേരം ശങ്കരൻ പറയുന്നുണ്ട്, ഇരിക്കാനായി എന്താ വന്നതെന്ന് ചോദിക്കുക. നേരം ഇതേയും അടുത്ത് നിൽക്കുന്നുണ്ട്. വാസവൻ പറയുക, വരുണും ദീപ്തിയുമായുള്ള കല്യാണത്തിന് നിങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നു. അതിന്റെ സന്തോഷത്തിലായിരുന്നു വരുണ്. ഇത് കേട്ട് ശങ്കരൻ ഇതേനെ നോക്കുന്നുണ്ട്. നേരം വാസവൻ പറയുക, എന്റെ മകൻ ഞങ്ങളെ വിട്ടു പോയി. എന്റെ എല്ലാമായിരുന്നു. ഇനി ജീവിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ജീവിച്ചല്ലേ പറ്റൂ. എന്റെ മകനെ കൊന്ന ആ വിക്രം അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ അനുഭവിക്കുന്ന വേദന അവന്റെ അച്ഛനും അറിയണം. നേരം ശങ്കരൻ പറയുന്നുണ്ട്, വാസവൻ എന്തിനാ അപ്പോൾ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പറയാനാണോ? നേരെ വാസവൻ പറയുന്നുണ്ട്, ഈ പെട്ടിയിൽ വരുൺ ദീപ്തിക്കാൻ വാങ്ങിക്കൂട്ടിയ ഡ്രസ്സും ഗിഫ്റ്റും എല്ലാം ഉണ്ട്. ഇനി ആ വീട്ടിൽ ഇതൊന്നും വേണ്ട. അവന്റെ ഓർമ്മകളൊന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ദീപ്തിക്ക് തരാൻ വന്നതാ. നേരം ദീപ്തി കരഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. പെട്ടി നോക്കി പൊട്ടി കരയും. നേരം ദീപ്തിയോട് വാസവൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഇതിനെല്ലാം കാരണക്കാരൻ വിക്രമാണ്. നേരം ദീപ്തി പറയുന്നുണ്ട്, അല്ല വിക്രം ചേട്ടൻ അല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ കേട്ടു പറയുന്നത് ശ്രീയേട്ടൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഈ വീട്ടിൽ എല്ലാവർക്കും കല്യാണത്തിന് സമ്മതമാണെന്നോ? അത് വെറുതെ പറഞ്ഞതാ. ശ്രീയേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ്. ഇല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്. ഇത് കേട്ട് വാസവൻ ശങ്കരനെ നോക്കുന്നുണ്ട്. നേരം ശങ്കരൻ പറയുക, വാസവ, ആനോ ശ്രീകാന്തോ ഈ കല്യാണം നടത്താൻ ആഗ്രഹിച്ചിട്ടില്ല. ദീപ്തിയാണ് പറഞ്ഞത്. തന്റെ മകനുമായി ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലെന്ന്. അതിന്റെ ആശ്വാസത്തിലായിരുന്നു ഞാനും ശ്രീകാന്തും. അഥവാ നടത്താൻ ഞാൻ സമ്മതിച്ചാലും ശ്രീകാന്ത് സമ്മതിക്കില്ലെന്ന് അവൻ എന്നോട് പറഞ്ഞത്. അതിന്റെ പേരിൽ ദീപ്തിയും ശ്രീകാന്തും തമ്മിൽ ഒരുപാട് തവണ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ വാസവനോട് ശ്രീകാന്ത് അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് വാസവൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നെ പറ്റിക്കാനാണോ ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വാസവൻ ചിന്തിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇത് കേട്ട് വേദയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുക. അന്നേരം ശ്രീകാര്യം ശ്രീനിവാസൻ ഒളിക്കനും കൂടി വിക്രത്തിനെ കാണാൻ വരുന്നുണ്ട്. നേരം ശ്രീനിവാസൻ പറയുക, അന്വേഷണം നടക്കുന്നുണ്ട്. നീയാണ് അത് ചെയ്തതെന്ന് എല്ലാരും വിശ്വസിക്കുക. അത്രയും പെട്ടെന്ന് നമുക്ക് യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിക്കേണ്ട വിക്രം. നേരം വിക്രം പറയുന്നുണ്ട്, എനിക്കൊരാളെ ചെറിയ സംശയമുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ പൊളിക്കൻ, ഇന്ന് ആ ആക്രമണം ഉണ്ടായപ്പോ അവിടെ താനും ഉണ്ടായിരുന്നോ? അന്നേരം അയാള് പറയുന്നുണ്ട്, ഞാനില്ലായിരുന്നു. വരുൺ വരുന്നത് പോലും ഞാൻ കണ്ടില്ലല്ലോ. വിക്രം ഓടുന്നത് കണ്ട് ഞാനും കൂടെ ഓടിയില്ലേ? കുറച്ചു ദൂരം ചെന്നപ്പോ വിക്രത്തെ കാണാനില്ല. തിരികെ വരുമ്പോഴാ വരുണിനെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. നേരം വിക്രം പറയുക, ഇത് തന്റെ പേസ് അല്ലേ? എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. ഇതിൽ 1,00,000 രൂപയുടെ ചെക്കുണ്ട്. അത് തനിക്ക് ആര് തന്നതാ? നേരം വിക്രമത്തോടെ പറയുന്നുണ്ട്, ഇത് എന്റെ പേസാ. ഇങ്ങത്താ വിക്രം. നേരം ശ്രീകാര്യം ശ്രീനിവാസ് സംശയത്തോടെ വിളിക്കനെ നോക്കുന്നുണ്ട്. നേരം വിക്രം പറയുക, എനിക്ക് ഈ 1,00,000 ചെക്ക് ആര് തന്നെന്ന് പറഞ്ഞാൽ മതി, എന്നിട്ടേ ഇത് തരണുള്ളൂ. ഇതിൽ ശ്രീകാന്തിന്റെ നമ്പരും ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നേരം ദേഷ്യത്തോടെ അന്നേരം ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇവനെ ഉണ്ട് സാർ, എനിക്ക് നല്ല സംശയമുണ്ട്. ഈ ഷർട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ഇവന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ. അതായത് ആനാണെന്ന് പറഞ്ഞ് വരുണിനെ കുത്തിയ അവൻ ഇട്ടിരുന്ന ഷർട്ടാ ഇത്. എങ്ങനെയാ
ഇവന്റെ വീട്ടിന്റെ അരികിൽ നിന്നും കിട്ടിയത്. നേരം പുളിക്കനാകെ പേടിച്ചു നിൽക്കുന്നുണ്ട്. നേരം ശ്രീനിവാസൻ ചോദിക്കുക, സത്യം പറയടാ, നിനക്കിതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രീകാന്തും നീയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടോന്നാ ചോദിച്ചത്. നേരം പുളിക്കൻ പറയുന്നുണ്ട്, ഇല്ല സാർ, വിശ്വസിക്കണം. അറിഞ്ഞുകൊണ്ട് കാലിൽ വീണ് പറയുക. നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്, വിക്രം, ഇവന് നീ തെറ്റിദ്ധരിക്കണ്ട, നമുക്ക് യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ. നേരം വിക്രം പറയുന്നുണ്ട്, അതിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞ. നേരം ശ്രീനിവാസൻ പറയുക, അങ്ങനെയാണെങ്കിൽ ഇവൻ പിന്നെ എന്റെ കൂടെ കാണില്ല, അടിച്ചോടിച്ച് ഒരു മൂലയ്ക്ക് കിടത്ത ഞാൻ ദേഷ്യത്തോടെ പറയുക. നേരം പൊളിക്കൻ പിടിച്ചു വിറച്ച് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് പോവുക. നേരം പൊളിക്കൻ ചിന്തിക്കുന്നുണ്ട്, അരുണിനെ കുത്തിയ ശേഷം കാറിൽ കയറി എന്റെ കയ്യിൽ തന്ന ഷർട്ട് വീടെത്തിയപ്പോൾ തെറിഞ്ഞത് അരുണിനെ കുത്തിയ വിക്രം എന്ന് വിളിച്ചപ്പോ അവിടെ വെച്ച് എനിക്ക് പേസ് നഷ്ടപ്പെട്ടതാണെന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. നേരം ശ്രീനിവാസൻ സംശയത്തിന്റെ നീർ അയാളെ നോക്കുന്നുണ്ട്. അന്നേരം പൊളിക്കാൻ ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുക. നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിക്കരുതെന്ന്. നേരം പറയുക, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ, എനിക്ക് സാറിനെ നേരിട്ട് കണ്ടേ പറ്റൂ. വിക്രം എവിടെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല, പറഞ്ഞാൽ അതോടെ ഞാൻ പിടിക്കപ്പെടും. അതറിയാവുന്ന കുറച്ചു പേരുണ്ട്, അതിലൊരാൾ ഞാനുമാണ്. അല്ലെങ്കിൽ തന്നെ വിക്രത്തിനും ശ്രീനി സാറിനും എന്നെ സംശയമുണ്ട്. നീ ഇതുകൂടി അറിഞ്ഞാൽ ഞാനും ഇതിൽ പങ്കുണ്ടെന്ന് അവർ മനസ്സിലാക്കും. നേരം ശ്രീകാന്ത് പറയുക, നീ എന്തിനാ എന്നോട് പറയുന്നത്? അവൻ എവിടെ ഒളിച്ചിരുന്നാലും എന്നെങ്കിലും പുറത്തു വരുമല്ലോ. അന്ന് വാസവൻ അവന്റെ ജീവൻ എടുക്കും, അല്ലെങ്കിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. അവിടെ വെച്ച് തന്നെ വാസവന്റെ പ്രതികാരം അയാളെ തീർത്തോളും. അന്നേരം പൊളിക്കൻ പറയുന്നുണ്ട്, സാറ് ഞാൻ പറയുന്നിടത്ത് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, എല്ലാ സത്യങ്ങളും താന്റെ അനിയത്തിയോടും അച്ഛനോടും ഞാൻ പറയും. അത് വേണോ സാറേ? അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, താനൊരു കാര്യം ചെയ്യും, എന്റെ ഓഫീസിലോട്ട് വാ, വൈകിട്ട് ആരും കാണില്ല. അന്നേരം പറയുക, ഇല്ല സാർ, ഞാൻ അവിടെ വരില്ല, ആരെങ്കിലും എന്നെ കണ്ട സംശയം കൂടും, അല്ലെങ്കിൽ തന്നെ പോലീസ് അന്വേഷണത്തില. ഞാൻ സാറിന്റെ വീട്ടിൽ വരാം, അവിടെ ആവുമ്പോ ആരും കാണില്ലല്ലോ. എന്നാൽ താൻ 10 മണി കഴിഞ്ഞ് വന്നാ മതി, അപ്പോഴേക്കും ഏതേ അച്ഛനും ഇവിടെ കാണില്ല. നേരം ശരിയെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. നേരം ഇത് കേട്ടുകൊണ്ട് വേദ വരുന്നുണ്ട്. പറഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുക. ഉടനെ മുകളിലോട്ട് പോകുന്നുണ്ട്. വേദ പോയെന്ന് ശ്രീകാന്ത് കരുതുക. നേരം വീട്ടിലൂടെ വിളിക്കാൻ നടന്നു വരുന്നത് വേദ മുകളിൽ നിന്ന് കാണുക. നേരം ശ്രീകാന്ത് അയാളുടെ അരികിലോട്ട് പോവുക. ഇത് കണ്ട് വേദ താഴോട്ട് പോകുന്നുണ്ട്. നേരം മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? നേരം വിളിക്കൻ പറയുന്നുണ്ട്, സാർ എനിക്ക് 1 ലക്ഷം രൂപ ചോദിച്ചപ്പോ തന്നില്ല, പകരം എനിക്ക് 25 ലക്ഷം രൂപ വേണം. ഈ കേസിൽ ഞാൻ പിടിക്കപ്പെട്ടാലും എനിക്ക് ജീവിക്കണമല്ലോ. ശ്രീനി സാറിന് എന്നെ സംശയമുണ്ട്, എല്ലാം വെളിച്ചത്ത് വന്നാൽ ഇല്ല അതോടെ അവസാനിക്കും, എനിക്ക് ജീവിക്കാൻ പണം വേണം. നേരം ശ്രീകാന്ത് പറയുക, 25 ലക്ഷം രൂപ നിനക്ക് ഞാൻ തരാനോ? ഒന്ന് പോടാ, തന്നില്ലെങ്കിൽ ഞാനെല്ലാം MLA വാസവനോട് പറയും, നിങ്ങളാണ് അരുണിനെ കുത്തിയതെന്ന്. വിക്രത്തെ ചതിക്കാനായി അനിയത്തി അരുണിനെ കല്യാണം കഴിക്കാതിരിക്കാനായി നിങ്ങൾ ചെയ്ത ചതിയാണെന്നെല്ലാം ഞാൻ വാസവനോട് പറയും. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, ഈ പറഞ്ഞാൽ അയാള് വിശ്വസിക്കുമെന്നാണോ കരുതുന്നത്? കൂടെ നിന്ന് ചതിക്കാൻ നോക്കുന്ന ചതിയെ ഈ സ്വീകാര്യം ശ്രീനിവാസൻ എനിക്ക് ഒറ്റ തന്നപ്പോഴേ എന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായതാ. ഞാൻ അതും എന്റെ രക്ഷകനോട് പറയാം. സ്വീകാര്യം ശ്രീനിവാസനോട് നേരം ചിരിച്ചുകൊണ്ട് പറയുക, സാറ് പറഞ്ഞു ഞാൻ നേരെ പോകുന്നത് MLA വാസവനെ കാണാനാ. നേരം ശ്രീകാന്ത് പറയുക, എന്നാ നീ പോയി പറ. നേരം പൊളിക്കൻ പറയുന്നുണ്ട്, പറയുമ്പോ എല്ലാം പറയണമല്ലോ. നിങ്ങൾ എനിക്ക് അയച്ച ഓരോ വോയിസ് റെക്കോർഡും അതുപോലെ അരുണിനെ കുത്താൻ നേരം ആരും അറിയാതെ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഇരുട്ടത്ത് വിക്രമല്ല നിങ്ങളാണ് അത് ചെയ്തതെന്ന് തെളിയിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. ബൈക്കിന്നിറങ്ങി നിങ്ങൾ മുഖം മൂടി ഊരുന്നതും കത്തൂരി എന്റെ കയ്യിൽ തരുന്നതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. എല്ലാം എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണോ? ഞാൻ ഇപ്പൊ അയച്ചു തരാം. നേരം ശ്രീകാന്തിന്റെ ഫോണിലോട്ട് എല്ലാം സെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ശ്രീകാന്ത് ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി 25 ലക്ഷം രൂപ തരാൻ നിങ്ങൾക്ക് മടിയൊന്നുമില്ലല്ലോ. സ്വന്തം ജീവൻ വേണോ അതോ കാശ് വേണോ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നേരം വേദ പറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. പരസ്പരം ഫോൺ നോക്കി ശ്രീകാന്ത് ഞെട്ടി നിൽക്കുന്നത് വേദ കാണുന്നുണ്ട്. ആ ഫോണിൽ എന്തായിരിക്കുമെന്ന് ഇത് ചിന്തിക്കുന്നുണ്ട്. നേരം പേടിയോടെ പിടിച്ച് എന്നുള്ള സ്നേഹപ്രകടനം കണ്ട് വേദ അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ശ്രീയേട്ടൻ ഇത്രമാത്രം പേടിക്കണമെങ്കിൽ ആ ഫോണിൽ എന്തോ ഒരു രഹസ്യം അത് പൊളിക്കാൻ അറിയാമെന്നും ഇത് ചിന്തിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഉടനെ പറയുക, തനിക്ക് ഞാൻ തരാം. ഞാൻ ചോദിച്ച 25 ലക്ഷം രൂപ ഇതൊരിക്കലും ആരും കാണരുത്, എല്ലാം താൻ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി ഇത് വെച്ച് ഇനിയും എന്നെ ഭീഷണിപ്പെടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? നിരപ്പൊളിക്കാൻ പറയുന്നുണ്ട്. ഇല്ല സാർ, ഞാൻ അങ്ങനെ ചതി കാണിക്കില്ല. ആലോചിച്ചിട്ട് വൈകിട്ട് വിളിക്കും. മറുപടി എനിക്ക് വേണം. കാശ് ഇന്ന് തരുമോ അതോ നാളെ തരുമോ എന്ന് എന്നോട് വിളിച്ച് പറയണം. ഇത്രയും പറഞ്ഞിട്ട് പൊളിക്കാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം ദേഷ്യത്തോട് ശ്രീകാന്ത് നിൽക്കുക. നേരം ഫോണും കൊണ്ട് ശ്രീകാന്ത് വീട്ടിനുള്ളിലോട്ട് വരുക. നേരം പെട്ടെന്ന് വേദ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് വിളിക്കാനായി പോകുന്നുണ്ട്. നേരം ഇത് പതിയെ റൂം തുറന്നു നോക്കുക. ശ്രീകാന്തിനെ അവിടെ ഒന്നും കാണുന്നില്ല. ബാത്റൂമിൽ വെള്ളത്തിന്റെ ഒച്ച കേൾക്കുക. കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി ഇത് പെട്ടെന്ന് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. നേരം ഏതേ ഞെട്ടിച്ചുകൊണ്ട് കാഴ്ചയെല്ലാം കാണുന്നുണ്ട്. അരുണിനെ കുത്തുന്നത്, ശ്രീകാന്ത് മുടി മാറ്റുന്നത് എല്ലാം ഇത് കണ്ട് വാ പൊളിച്ചു നിൽക്കുക. വിശ്വസിക്കാനാവാതെ വേദ ഉടനെ തന്നെ എന്റെ ഫോണിലോട്ട് വേദ അതെല്ലാം ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇത് വിക്രത്തെ രക്ഷിക്കാനുള്ള എന്റെ തുറുപ്പ് ചീട്ടാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നേരം ശ്രീകാന്ത് ചിട്ട് വരുന്നുണ്ട്. വേദ അപ്പോഴേക്കും ഫോൺ അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. വേദ ആ വീഡിയോ എല്ലാം തിരിച്ചു മറിച്ചു നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് ചന്ദ്രശേഖരനുമായി ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ വാസവനോട് എല്ലാം പറയുമെന്നാ പറഞ്ഞേക്കുന്നത്. ആ പുള്ളിക്കിനെ അങ്ങ് അവസാനിപ്പിച്ചാലോ?
ഇത് കേട്ട് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, ആ വീഡിയോ എടുത്തതാരാണെന്ന് അറിയില്ല, അവരുടെ കയ്യിൽ ഈ വീഡിയോസ് എല്ലാം കാണും, നമ്മൾ അങ്ങനെ ചെയ്താൽ മരിക്കാൻ കാരണം നമ്മളാണെന്ന് മനസ്സിലാവും, അത് വാസവന്റെ കയ്യിൽ എത്തുകയും ചെയ്യും, അതോടെ എന്റെ കാര്യം വാസവൻ നോക്കിക്കൊള്ളും. നിരും ശ്രീകാന്ത് പേടിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യും അച്ഛാ? ഞാൻ ഇതിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെടുന്നത്? നിരും ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ ഒരു വഴിയേ ഉള്ളൂ, വാസവനെ കൊല്ലുക, എന്നിട്ട് ആ കുറ്റവും വിക്രത്തിന്റെ തലയിൽ കെട്ടിവെക്കണം. മകനെ കൊന്ന വൈരാഗ്യത്തിൽ വിക്രവുമായി ആക്രമണം നടത്തുമ്പോ വിക്രം വാസവനെ കൊന്നതോടെ വാസവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും. അരുൺ പോയതുപോലെ നിരും ശ്രീകാന്ത് പറയുക, അത്രയും പെട്ടെന്ന് വേണോ അച്ഛാ? അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും വാസവനെ കൊല്ലാനായി പദ്ധതികൾ മെനയുന്നുണ്ട്. ഓരോ ദിവസവും വാസവൻ വിക്രത്തെ കയ്യിൽ കിട്ടാനായി പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വാസവൻ അരുണിന്റെ ഓർമ്മകളുമായി മനസ്സുരി ആ മുറിക്കുള്ള വാസവൻ ഒതുങ്ങിക്കൂടുന്നുണ്ട്. അന്നേരം വാസവന്റെ മകളും ഭാര്യയും പുറത്തു പോകുന്നത് കണ്ട് ശ്രീകാന്തിന്റെ ഗുണ്ടകൾ വീടിനുള്ളിലേക്ക് കടക്കുന്നുണ്ട്. വാസവൻ അന്നേരം കണ്ണടച്ചു കിടക്കും. വാസവനെ കണ്ട ഗുണ്ടകൾ തീയുമായി താനായി അടുത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് വാസവൻ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഉടനെ കൊത്താനായി തീയോങ്ങുമ്പോൾ കൈ തട്ടി മാറ്റുക, എന്നിട്ട് അവരുമായി തല്ല് കൂടുന്നുണ്ട്. വാസവൻ അവരെ തല്ലി ചതയ്ക്കുക. നേരം അവരോട് ചോദിക്കുന്നുണ്ട്, ആരാടാ എന്നെ കൊല്ലാനായി പറഞ്ഞയച്ചത്? വിക്രവും ശ്രീനിവാസനുമാണോ? പറയടാ, ഇല്ലെങ്കിൽ കത്തി കൊണ്ട് എത്തിക്കളയും. എഴുത്തിൽ വെച്ചുകൊണ്ട് വാസവൻ ചോദിക്കുക. നേരം പറയുന്നുണ്ട്, വേണ്ട, ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം. ശ്രീകാന്തും ചന്ദ്രശേഖരനും പറഞ്ഞിട്ട് അത് കേട്ട് വാസവൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. ശ്രീകാന്തോ? ഇല്ല, നീയൊക്കെ കള്ളം പറയുന്നതാ, സത്യം പറയടാ. നേരം അവർ വീണ്ടും പറയുന്നുണ്ട്, സത്യമാണ്, അല്ലെങ്കിൽ ഈ ഫോൺ എടുത്ത് നോക്ക്, എന്നെ വിളിച്ചത് കാണാം, കുറച്ചു മുന്നേ എന്നെ വിളിച്ചതേ ഉള്ളൂ. നേരം ഇത് കണ്ട് വാസവൻ വിശ്വസിക്കുന്നുണ്ട്. അന്നേരം വിക്രത്തിനെ കാണാനായി ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ വെച്ച് വിക്രവും കാണുന്നുണ്ട്. പരസ്പരം കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എനിക്ക് അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്, ഈ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് കാണണം. അങ്ങനെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ഞെട്ടി ധരിച്ചു നിൽക്കുക. നേരം പറയുന്നുണ്ട്, ശ്രീയേട്ടന്റെ ഫോണിൽ നിന്നും കിട്ടിയതാ, പൊളിക്കൻ വീട്ടിൽ വന്നിരുന്നു, ശ്രീയേട്ടനുമായി കുറച്ചു നേരം സംസാരിച്ചു. നേരം അയാൾ വാട്സപ്പിൽ അയച്ചു കൊടുത്ത വീഡിയോ ആണിത്. നേരം വിക്രം പറയുന്നുണ്ട്, എനിക്ക് അയാളെ സംശയമുണ്ടായിരുന്നു, ശ്രീനിസാറിനോട് ഞാൻ പറയുകയും ചെയ്തതാ. അരുണിനെ കുത്തിയ സ്ഥലത്തു നിന്നും അയാളുടെ പേസ് എനിക്ക് കിട്ടി, അതിൽ 1,00,000 രൂപയുടെ ചെക്കും, അതുപോലെ ഈ ഷർട്ട് ഇട്ടിരുന്ന ആരാണെന്ന് അറിയില്ല, ഷർട്ട് പുളിക്കന്റെ വീടിന്റെ മതിലിന്റെ പുറത്തു നിന്നും കിട്ടിയത്, എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞതാവും, പക്ഷേ രാത്രിയായതുകൊണ്ട് അവിടെ കിടക്കുന്നത് ശ്രദ്ധിച്ചു കാണില്ല. നിരവേദ ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും അരുണിനെ കുത്തിയത്? നിരവിക്രം പറയുന്നുണ്ട്, അതിനി ഒരു വഴിയേ ഉള്ളൂ, വിളിക്കനെ കൊണ്ട് തന്നെ ഇത് പറയിക്കണം. അപ്പോ തന്നെ ശ്രീനി സാറിനെ ഇങ്ങോട്ട് വരാൻ പറയാം. നേരം വിക്രം ശ്രീനി സാറിനോട് വരാൻ പറയുന്നുണ്ട്. വിളിക്കനുമായി ശ്രീനി സാർ അവിടെ വരുക. നേരം വേദയെ കണ്ട് ശ്രീനി സാർ ചോദിക്കുക, ഇതാരാ വേദയോ? ഇവിടെ വന്നത് ആരും കണ്ടില്ലല്ലോ, കുട്ടിയായിട്ട് ഇവനെ കൊലയ്ക്ക് കൊടുക്കരുത്. നേരം വിക്രം പറയുന്നുണ്ട്, വേദ വന്നത് ഒരു കാര്യം പറയാനാണ്, അതെനിക്ക് വിളിക്കനോടാ ചോദിക്കേണ്ടത്, സത്യം പറയും ശ്രീകാന്തും തമ്മിൽ എന്താ ബന്ധം? നേരം ഞെട്ടലോടെ വിളിക്കാൻ നിൽക്കുന്നുണ്ട്. എന്ത് ബന്ധം? എനിക്ക് അയാളുമായി ഒരു ബന്ധവുമില്ല. നേരം വിക്രം വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ ഫോണിൽ നിന്ന് ശ്രീകാന്തിന് അയച്ചു കൊടുത്ത വീഡിയോ ആണിത്, എനിക്കിത് എവിടെ നിന്ന് കിട്ടി? അതുമല്ലാതെ ഈ എന്തിന് ശ്രീകാന്തിന് അയച്ചു കൊടുത്തു? നീയും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ പറയടാ. തട്ടിൽ പിടിച്ച് എടുത്തിൽ ഞെരിച്ചുകൊണ്ട് ചോദിക്കുക. നേരം ശ്രീനി സാറ് എല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, പറയടാ, നീയും ശ്രീകാന്തും തമ്മിൽ എന്താ ബന്ധം? നേരം പറഞ്ഞ് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല സാർ. നേരം വിക്രം തല്ലി ചതയ്ക്കുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ സഹിതം എന്നെ പോലീസിൽ ഏൽപ്പിക്കും. ശ്രീനി സാറ് എന്നെ പോലീസുകാർ തന്നെ കണ്ടുപിടിച്ചോളും. വലിയ വാസവൻ അറിഞ്ഞ അവനെ കൊല്ലാൻ കൂട്ടുനിന്ന നീയും അയാളുടെ കൈ കൊണ്ട് തീരും. അത് വേണ്ടെങ്കിൽ പറ, എന്താന്ന് രാത്രി സംഭവിച്ചത്? നിനക്കെല്ലാം അറിയാം. പറഞ്ഞില്ലെങ്കിൽ ശ്രീനി സാറ് പറയുന്നുണ്ട്, പറയടാ. നേരം പറയാമെന്ന് പറയുന്നുണ്ട്. വാസവന്റെ മകൻ വരുണിനെ കുത്തിയത് ശ്രീകാന്ത് സാറാ. കമ്മോടിയിട്ട് വിക്രം ഇടുന്നത് പോലത്തെ ഷർട്ട് ഇട്ട് വരുണിനെ കുത്തിയത് ശ്രീകാന്ത് സാറ് തന്നെയാ. അത് കേട്ട് വേദയും വിക്രമും ശ്രീനി സാറും അമ്പരന്ന് നോക്കുന്നുണ്ട്. വിശ്വസിക്കാനാവാതെ വേദ നിൽക്കുക. ആ നേരം അരുൺ മരിച്ചതിന് ശേഷം ആദ്യമായി വാസവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഗുണ്ടകളുമായി. നേരം അവര് പറയുന്നുണ്ട്, വിക്രം എവിടെയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച സാർ. ശ്രീകാര്യം ശ്രീനിവാസൻ പഴയ ഒരു ബംഗ്ലാവ് ഉണ്ട്, അവിടെയാണ് അവന്റെ താമസം. നേരം വാസവൻ പറയുന്നുണ്ട്, ഇതവിടെ നിൽക്കട്ടെ, എനിക്ക് ആദ്യം ശ്രീകാന്തിനെ കാണണം. നേരം ഗുണ്ടകളുമായി ശ്രീകാന്തിനെ കാണാനായി പോവുക. നേരം ശ്രീകാന്ത് കാറിൽ വരുന്നുണ്ട്. അതിന്റെ മുന്നിൽ കൊണ്ട് വാസവൻ കാർ നിർത്തുക. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ശ്രീകാന്തിനെ നോക്കി ദേഷ്യത്തോടും പ്രതികാരത്തോടും കള്ളച്ചിരിയോടെ വാസവൻ നോക്കുന്നുണ്ട്. നേരം ശ്രീകാന്ത് പതിയെ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് വാസവന്റെ അരികിലോട്ട് പോവുക. നേരം വാസവൻ ചോദിക്കുന്നുണ്ട്, എന്റെ മകൻ മരിച്ചതിന് ശേഷം തന്നെ കാണാൻ കിട്ടാറില്ലല്ലോ, ഞാൻ വിളിച്ചിട്ടും ആ ഫോൺ എടുത്തില്ല, എന്താ കാരണം? നീത്യമായി എന്റെ മകന്റെ കല്യാണം നടക്കാത്തത് കൊണ്ട് നീ ഒരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണോ? അന്നേരം ശ്രീകാന്ത് പറയുക, അതൊന്നുമല്ലടോ, താനാകെ വിഷമിച്ചിരിക്കുവല്ലേ, ഇതുകൊണ്ട് ശല്യം ചെയ്തില്ല, പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി അല്ലേ? അന്നേരം വാസവൻ ചോദിക്കുക, താനെന്നോട് കള്ളം പറഞ്ഞു, തനിക്കും തന്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതമാണെന്ന് തന്റെ വീട്ടിൽ വന്ന തന്റെ അച്ഛൻ പറഞ്ഞു. ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് തനിക്കാണെന്ന്. എന്നിട്ട് എന്തിനാ താൻ എന്നോട് കള്ളം പറഞ്ഞത്? നേരം ശ്രീകാന്ത് ആകെ പരിഭ്രമിച്ചു നിൽക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് വിക്രവും വേദയും ശ്രീകാരം ശ്രീനിവാസൻ കാറിൽ വന്നിറങ്ങുന്നുണ്ട്. വിക്രത്തിനെ കണ്ട് വാസവൻ നോക്കുന്നുണ്ട്. ഗുണ്ടകൾ കൃത്യമായി അരികിലേക്ക് പോവാൻ നിൽക്കുക.
അന്നേരം വാസവൻ തടയുന്നുണ്ട്. വേണ്ട. അന്നേരം വിക്രവും വേദയും ശ്രീനിവാസന് തീരോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് അന്നേരം പേടിച്ചതുപോലെ നിൽക്കുക. അന്നേരം വേദ പറയുന്നുണ്ട്, അരുണിനെ കൊന്നത് വിക്രമാണെന്നല്ലേ നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? എന്നാൽ അതല്ല സത്യം. വിക്രമല്ല അത് ചെയ്തത്. അന്നേരം വാസവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ എന്റെ മകനെ കൊന്നത്? നിങ്ങൾക്കറിയാമോ? അന്നേരം വിക്രം പറയുന്നുണ്ട്, അറിയാം ആരാണെന്ന്. നിങ്ങളുടെ മുന്നിൽ തന്നെയാ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ശ്രീകാന്താണ് അരുണിനെ കുത്തിക്കൊന്നത്. ഇത് കേട്ട് ഞെട്ടലോടെ വാസവൻ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. അന്നേരം ശ്രീകാന്ത് പേടിച്ചു വിറച്ചു നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല വാസവ, ഇവൻ കള്ളം പറയുന്നതാ. ഇവനാണ് അരുണിനെ കൊന്നത്. അന്നേരം വാസവൻ പറയുന്നുണ്ട്, നീയാണ് അത് ചെയ്തത് എന്നതിനുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട്. അത് കണ്ടവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെങ്ങനെയാ അത് ശ്രീകാന്ത് ആവുന്നത്? അന്നേരം ശ്രീനിവാസൻ പറയുക, എടോ അവരാരും വിക്രത്തിന്റെ മുഖം കണ്ടിട്ടില്ല. മുഖം മൂടിയിട്ട ഒരാളാണ് വരുണിനെ കുത്തിയത്. നോക്ക്. കുളിക്കൻ ശ്രീകാന്തിന് അയച്ചു കൊടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുണിനെ എത്തുന്ന ദൃശ്യം. അതിൽ വിക്രത്തിന്റെ മുഖം കാണുന്നില്ല. നേരം ഞെട്ടലോടെ അത് കാണുന്നുണ്ട്. ഇതിനെ കൊണ്ട് വരുൺ പിടയുന്നത്. അന്നേരം ഇത് കണ്ട് വാസവൻ മരവിച്ച് നിൽക്കുന്നുണ്ട്. ശ്രീനിവാസൻ പറയുന്നുണ്ട്, പൊളിക്കൻ കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. നേരം ശ്രീകാന്ത് പിടിച്ചു വിറച്ചു നിൽക്കുക. നേരം പറയുന്നുണ്ട്, ഈ ഫോട്ടോ ഞാൻ പറഞ്ഞിട്ട് ഒരാൾ എടുത്തതാണെന്ന്. വരുണിനെ കൊല്ലാൻ നേരം ഇട്ടിരുന്ന ഷർട്ട് ഇതാണ്. എന്റെ കയ്യില തോരി തന്നത്. എന്നെ കൂട്ടുപിടിച്ച അയാൾ ഇത് ചെയ്തത്. വിക്രത്തിന്റെ പേര് ഉറക്കെ പറഞ്ഞത് ഞാനാ. വിക്രമെന്ന് വിളിച്ചതും എന്നെ കൊണ്ട് ഇയാളാ അങ്ങനെ പറയിപ്പിച്ചത്. നേരം വാസവൻ ചോദിക്കുന്നുണ്ട്, കൂടെ നിന്നിട്ട് നീ എന്തിനാ ചതിച്ചത്? എന്തിനാ ഇപ്പോ സത്യങ്ങളൊക്കെ എനക്ക് പുറത്തു പറയാൻ തോന്നിയത്? നേരം വിളിക്കാൻ പറയുന്നുണ്ട്, രഹസ്യങ്ങളൊക്കെ ഏതേയും വിക്രമും കണ്ടുപിടിച്ചു. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. നേരം ശ്രീകാന്തിനെ ദേഷ്യത്തോടെ വാസവൻ നോക്കുന്നുണ്ട്. അന്നേരം മല്ലെ വാസേഷ്യം അടക്കാനാവാ സ്വന്തം മകനെ കുത്തിക്കൊന്ന ആ മനുഷ്യൻ എന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് ഗുണ്ടകളുടെ കയ്യിലിരുന്ന കത്തി പിടിച്ചു വാങ്ങി ശ്രീകാന്തിന്റെ വയറ്റിൽ കുത്തുന്നുണ്ട്. നേരം ശ്രീകാന്ത് പിടഞ്ഞു വീഴുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി ഏതേയും വിക്രവും ശ്രീനിവാസനും നിൽക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചുകൊണ്ട് പറയുക, എന്റെ മകനെ കൊന്നവനെ ഞാനും കൊന്നു. നേരം പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ അരികിലോട്ട് പോവുക. നേരം ഞെട്ടിത്തിരിച്ച് വിക്രം നിൽക്കുന്നുണ്ട്. ഈ കാര്യം ശ്രീനിവാസൻ